ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയുണ്ട്, ദുരൂഹതകൾ നിരവധിയുണ്ട്. നമുക്ക് ഇതുവരെയുള്ള അന്വേഷണം അതിൻ്റെ ഒരു ബ്രീഫ് പോയിന്റിലേക്ക് വരുമ്പോൾ NIA രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അതിർത്തി കടന്ന് സ്ഫോടക വസ്തു എത്തി എന്ന സംശയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ UP, ബീഹാർ, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പരിശോധന നടന്നു. അവിടങ്ങളിലും രാജ്യാതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ചില സ്ഫോടക വസ്തു ശേഖരം രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും ശേഖരിക്കപ്പെടുന്നു എന്ന സംശയമുണ്ട്. ആ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത് വരുന്നത്. അപ്പോൾ സംശയിക്കപ്പെടുന്ന കാര്യം ഇതാണ്: രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അതിർത്തി കടന്ന് സ്ഫോടക വസ്തു എത്തിയെന്ന സംശയം NIA പുലർത്തുന്നു. രണ്ടാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു, UP, രാജസ്ഥാൻ, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഒരു പരിശോധന നടന്നു. ആ പരിശോധനകളുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ മറ്റു ചില ബന്ധങ്ങൾ NIA സംശയിക്കുന്നു. കാര്യങ്ങൾ പുറത്തുവിടുന്നില്ല. ഇന്നലെ നടന്ന റെയ്ഡിൽ ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ടായി എന്ന വിവരം മാത്രമാണ് ഔദ്യോഗികമായി റിലീസ് ചെയ്യപ്പെടുന്നത്. അതിനപ്പുറം ഏതൊക്കെ വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടു എന്ന കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ബന്ധങ്ങൾ തേടിയാണ് അന്വേഷണം നടക്കുന്നത്. അനുമോദ് ചൂണ്ടിക്കാട്ടുന്നത് പോലെ, അതായത് ഒരു ഉള്ളി ലോറിയിൽ അതിൽ ഒളിപ്പിച്ച രീതിയിൽ ഇത് കണ്ടെത്തുമ്പോൾ ഇത് സ്വാഭാവികമായി കേരളത്തിൽ ലൈസൻസ്, നമുക്കറിയാം, പലപ്പോഴും ഈ പാറമടകളും മറ്റും പ്രവർത്തിക്കുന്നതിന് ലൈസൻസ് ഇല്ലാത്ത സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തലുണ്ട്. അത്തരം മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാതെ, മറ്റു വലിയ ഗൂഢലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നതാണ് പൊതുവിൽ തോന്നിക്കപ്പെട്ടിരുന്നത്. പക്ഷേ NIA സംശയിക്കുന്നത് അത് മാത്രമല്ല, മറ്റു ചില ബന്ധങ്ങളാണ്. അതിന് തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള ബന്ധങ്ങൾ കൂടി അന്വേഷിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ 3 കേന്ദ്രങ്ങളിലും 3 ഇടങ്ങളിൽ നിന്നുള്ള NIA സംഘം അന്വേഷണം നടത്തിയതിൻ്റെ കാരണം. തമിഴ്നാട്ടിലെ അന്വേഷണം നടന്നത് അവിടുത്തെ ചില വെടിമരുന്ന് നിർമ്മാണ കേന്ദ്രങ്ങളിലാണ്. അവിടേക്ക് എന്തെങ്കിലും ബൾക്കായി കൊണ്ടുവരുന്നുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ഈ അന്വേഷണം കൂടി നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 3 വെടിമരുന്ന് നിർമ്മാണ കേന്ദ്രങ്ങൾ കൂടി ഈ പരിശോധന നടന്നിട്ടുണ്ട്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചു, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അതിർത്തി കടന്നു ഇത് വന്നു എന്ന സംശയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ 2 വെടിമരുന്ന് നിർമ്മാണ കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നിരിക്കുന്നത്. ഈ പരിശോധനയിൽ കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ നിർണായകമാണ്. അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ കൂടി ഉണ്ടാകും. ഈ പിടിച്ചെടുത്ത തെളിവുകൾ പരിശോധിക്കുന്നു. ഇനി റെയ്ഡ് തുടരുമെന്നതാണ് NIA പുറത്തുവിടുന്ന വിവരം. അതായത് പിടിച്ചെടുത്ത തെളിവുകൾ, ഡിജിറ്റൽ രേഖകളുണ്ട്, മറ്റു തെളിവുകളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ഇനിയും തുടരും. അങ്ങനെയെങ്കിൽ കേരളത്തിലടക്കം ഇനിയും തെളിവുകൾ ശേഖരിക്കപ്പെടും, റെയ്ഡുകൾ ഇനിയും നടക്കാം എന്നതാണ് നമുക്ക് മുന്നിൽ ഉണ്ടാവുന്ന സാധ്യത. ഇനി ഈ കേസിൻ്റെ ദുരൂഹതകളാണ്, അവശേഷിപ്പിക്കുന്ന നിരവധി ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ, ഒന്ന്, സ്ഫോടക വസ്തുക്കൾ ആർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം NIA ആണ് കണ്ടെത്തേണ്ടത്. ഇത് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ലൈസൻസ് ഇല്ലാതെ ശേഖരിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കൾ, ആ ഗണത്തിൽ മാത്രമാണോ ഈ കേസ് പെടുത്തേണ്ടത്? അതിനപ്പുറമുള്ള ചില ബന്ധങ്ങളും നീക്കങ്ങളും നടന്നു. അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ആർക്കു വേണ്ടി ഇത് കൊണ്ടുവന്നു എന്ന ചോദ്യമാണ്. അവിടെയാണ് കേരളത്തിൽ ഈ വ്യാപകമായ രീതിയിൽ സ്ഫോടക വസ്തു ശേഖരം ഉണ്ടായെങ്കിൽ അതിന് പിന്നിൽ എന്ത് എന്ന ഒരു അന്വേഷണം നടക്കുന്നതിന് കാരണം. മറ്റൊന്ന്, ഈ ദുരൂഹ നീക്കത്തിന് പിന്നിലാര എന്നത്, ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, ഒപ്പം ആര് പറഞ്ഞിട്ട് കൊണ്ടുവന്നു, ആർക്കൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന നീക്കം എന്താണ് ഉണ്ടായിരിക്കുന്നത്? രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാവുന്ന നീക്കമെന്ന് NIAയുടെ റിലീസിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ അങ്ങനെയുള്ള എന്ത് നീക്കമാണ് നടന്നിരിക്കുന്നത്? അതിൻ്റെ എന്തെങ്കിലും കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടുണ്ടോ? ആ തെളിവുകൾ NIAയുടെ പക്കലുണ്ടോ? അത് സംബന്ധിച്ച സംശയങ്ങൾ ഉയരുന്നുണ്ട്. കേരളത്തിൽ ഇത്ര അധികം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത് പാറമട പോലെയുള്ള അവിടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നതാണ് നേരിട്ടല്ലെങ്കിൽ കൂടിയും NIA സ്ഥിരീകരിക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഏറെ ഗൗരവമാണ്, സ്ഥിരീകരിക്കപ്പെടണം, കൂടുതൽ തെളിവുകൾ പുറത്തു വരണം. മറ്റൊന്ന്, NIAയുടെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ എന്ത് എന്ന ചോദ്യമുണ്ട്. അതായത് ഈ കേസിൽ ആദ്യ പരിശോധനകൾക്ക് ശേഷമാണ് ഇന്നലെ ഒരു വ്യാപകമായ റെയ്ഡ് നടന്നത്. അപ്പോൾ ചില സൂചനകളും ചില കണ്ടെത്തലുകളും ഉണ്ടായിരിക്കാം. ഇന്നലെ ശേഖരിക്കപ്പെട്ട തെളിവുകളും ഒരുപക്ഷെ അവർ വിശകലനം ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയെങ്കിൽ ആ കണ്ടെത്തലുകൾ എന്ത് എന്ന ചോദ്യമുണ്ട്. മറ്റൊന്ന്, ഈ കേസിൻ്റെ അന്തർ സംസ്ഥാന ബന്ധം എന്ത് എന്ന ചോദ്യമാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ UPയിലും ബീഹാറിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും നടന്ന സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ അവിടങ്ങളിലേക്ക് എത്തിച്ചു എന്ന് കരുതപ്പെടുന്ന വെടിമരുന്നുകളുടെയോ സ്ഫോടക വസ്തുക്കളുടെയോ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ പരിശോധനയും? അങ്ങനെയെങ്കിൽ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ അന്വേഷിക്കപ്പെടും. കർണാടക, തമിഴ്നാട് പരിശോധനകളിലെ തെളിവ് ശേഖരണവും ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടാവാം. മറ്റൊന്ന്, ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. അതായത് നിലവിൽ 6 പേരാണ് കേരളത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവും, പിന്നീട് അവർ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറമുള്ള തെളിവ് ശേഖരണത്തിലേക്ക് NIA കടക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. അതിൽ കൂടുതൽ ആളുകളുണ്ടോ എങ്കിൽ അവരുടെ ബന്ധമെന്ത്? കേരളത്തിലെ
ഇന്നലെ നടന്ന 19 കേന്ദ്രങ്ങളിലെ പരിശോധനയിൽ പല വ്യക്തികളുടെയും അവരുടെ വീടുകളും അവരുടെ സ്ഥാപനങ്ങളിലുമൊക്കെയായ പരിശോധന നടന്നിട്ടുണ്ട്. അതിന് ചില ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച സാഹചര്യങ്ങളാണ്. ആ ലോറി കൊണ്ടുവന്ന ആ ലോറിയുടെ ഡ്രൈവർ, അതിൻ്റെ ഉടമ, അവരുമായി ബന്ധപ്പെട്ടവർ, അവരുടെ ഫോൺ രേഖകൾ, ഇതൊക്കെ അനുസരിച്ചു കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്നലെ നടന്നത്. സ്വാഭാവികമായും അത്തരം കണ്ടെത്തലിലേക്ക് കൂടിയാണ് പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. വളരെ സുപ്രധാനമായൊരു നീക്കമാണ്. എന്തായാലും എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് കണ്ടെത്തൽ എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സംസ്ഥാനത്ത് NIA നടത്തുന്ന പരിശോധനയുടെ ഏറ്റവും സുപ്രധാനമായൊരു ഘട്ടം കൂടിയായി ഇത് മാറുകയാണ്. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഒരു കാര്യം കൂടി, ഇനി ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസിന് അനുമോദിലേക്ക് വരാം. എന്തായാലും സംസ്ഥാന പോലീസിന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ, എന്തെങ്കിലും നീക്കങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു നീക്കം NIAയിൽ നിന്ന് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചെറിയ ഇടവേളയാണ്, മടങ്ങി വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.